ദീനുള്ള പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ വിജയം നേടണമെന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവരോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഉപദേശിക്കുന്നത്. ഇത് അതൊന്നുമല്ല, എത്ര റീലിൽ അഭിനയിച്ചു എന്നുള്ളതാണ് മാനദണ്ഡം, എത്ര വിധം ഡാൻസ് അറിയുന്നുള്ളതാണ്. എന്നിട്ട് കല്യാണമോ നിക്കാഹോ നടക്കാത്ത കാലത്ത് തന്നെ ക്രെയിനിൽ മിഠായി കൊടുന്ന് ഇറക്കുകയാണ്. ക്രെയിനിൽ ആ മിഠായി താഴെ പിടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റൂല. നമ്മളിപ്പോ ഈ NH നിർമ്മാണത്തിലോ കാണുന്നുണ്ടല്ലോ, വലിയ വലിയ ഈ കോൺക്രീറ്റിന്റെ പാളികൾ ക്രെയിൻ കൊണ്ട് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണത്. അങ്ങനെയാണ് ഈയിടെ ഒരു കല്യാണത്തിൽ പെൺകുട്ടിക്ക് മിഠായി കൊണ്ട് മിഠായി ക്രെയിന് കൊണ്ടുവന്നൂടെ എന്ന് പറഞ്ഞാണ്ട് ഇനി ഇതിന്റെ പിറകിൽ മെസ്സേജ് ആയിട്ട് കൂടാൻ നിൽക്കണ്ട, കമന്റ് ആയിട്ട് കൂടാൻ നിൽക്കണ്ട. മിഠായി കൊണ്ടുവരാ, ട്രെയിനിലോ അല്ലെങ്കിൽ ഭാരത് ബൻസിലോ ഒക്കെ കൊണ്ടുവരാ. പിന്നീട് ഈ നിക്കാഹ് പോലും നടക്കാത്ത ആണും പെണ്ണും അതുപോലെ കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് പല വിധത്തിലുള്ള ഡാൻസാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് ആണ് വിവാഹം. ആ വിവാഹം സമ്പൂർണമായി ഹറാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു. ഇങ്ങനെ ക്രെയിനൊന്നും വാടകയ്ക്ക് എടുത്ത് മിഠായി കൊണ്ടുവരുന്നില്ലെങ്കിലും നമ്മുടെ നാടൻ പ്രദേശങ്ങളിലെ സാധാരണ ആചാര്യരുടെ മോളുടെ കല്യാണത്തിന് പോലും ഒരിക്കലും പാടില്ലാത്ത കുറേ സംഗതികളുണ്ട്. വളരെ ലളിതമായി നടക്കേണ്ട ഒരു സംഗതിയാണ് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ. ഇപ്പോ പല നാട്ടിലെ കല്യാണം ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കല്യാണത്തിൽ അടിച്ചു കയറ്റുകയാണ് ആര്? കച്ചവടക്കാർ. അങ്ങനെയാണ് മഞ്ഞ കല്യാണം ഉണ്ടാവുന്നത്. കല്യാണത്തിന് വരുന്ന എല്ലാവരും മഞ്ഞ ഡ്രസ്സ് എടുക്കണം. പിറ്റേ ദിവസം പച്ച കല്യാണമാണ്, അന്നത് പറ്റൂല, വേറെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കുടുംബം പോകുമ്പോൾ ബാക്കിൽ ചുരുങ്ങിയതൊരു ദോസ്തോ 407 ഒക്കെ ഇട്ട് പോകണം ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 4-5 ദിവസത്തെ വ്യത്യസ്തങ്ങളായ ഡ്രസ്സുകൾ, എല്ലായിടത്തുള്ള പല പരിപാടി ഒന്നിച്ചിവിടെ കൊണ്ടുവരിക. ഉത്തരേന്ത്യയിൽ മെഹന്തി കല്യാണം ഉണ്ടാവും, നേരെ മറിച്ച് അവിടെ മറ്റ് മഞ്ഞയും പച്ചയും ചുവപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഉത്തരേന്ത്യയിൽ നിന്ന് മഞ്ഞ ഈ മെഹന്തി കൊണ്ടുവരും. പിന്നെ ഇന്തോനേഷ്യയിൽ ചിലപ്പോൾ മഞ്ഞ കല്യാണം ഉണ്ടാവും. അത് അവിടെ ചുവപ്പുണ്ടാവില്ല, അവിടെ വേറൊന്നും ഉണ്ടാവില്ല, അത് അവിടെ നിന്ന് കൊണ്ടുവരിക. അങ്ങനെ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളുടെ മേളയായിട്ട് കല്യാണം മാറ്റുക. ഒന്ന്. രണ്ടാമതായി, ആ പെൺകുട്ടി സ്ഥിരമായി 5 വക്ത് നിസ്കരിക്കുന്നവളാണെങ്കിൽ പോലും കല്യാണത്തിന്റെ അന്ന് ഒറ്റ വക്ത് നിസ്കരിക്കാൻ പാടില്ല. രാവിലെ വരും കുറെ ആളുകൾ, ആണും പെണ്ണും ചേർന്നിട്ട്. എന്തിന്? പെണ്ണിനെ ഒരുക്കാൻ. ഇവിടെ ഞാനൊരു കല്യാണത്തിന് പോയി. അന്ന് കല്യാണത്തിന്റെ അന്ന് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു രാവിലെ അത് വഴി പോകുന്നുണ്ട്, അവിടെ കയറുന്നു, ദ്വാരന്ന് പിരിയാം. ഞാൻ ദ്വാരന്നുകൊണ്ടിരിക്കുമ്പോൾ 4-5 ആൾക്കാർ വലിയ ബാഗും ബോണ്ടൊക്കെ ഇട്ട് ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് കുറെ പെണ്ണുങ്ങളും ഈ 4-5 ആണുങ്ങൾ, ഒരാണും പെണ്ണൊക്കെ കൂടെ അകത്ത് കൂടാ. ദ്വാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഇത് ആരെ പോയത്? ഒരു ഉസ്താദിനെ ദ്വാരക്കണമേത്തൊന്ന് ചവിട്ടിപ്പിടിച്ച് നിൽക്കുക പോലും ചെയ്യാതെ പോയത് ആരാണ്? അപ്പൊ ഇയാളിങ്ങനെ മടിച്ചിട്ട് പറയാണ്, അത് പിന്നെ ഒരിക്കലേറാണ്. ഞാൻ ചോദിച്ചു, എന്തൊരിക്കലേര്? പെണ്ണിനെ ഒരുക്കാൻ വന്നവരാണ്. ഒരാണും 3 പെണ്ണുങ്ങളും ഒന്നിച്ച് വന്നിരിക്കുക പെണ്ണിനെ ഒരുക്കാൻ. എന്നിട്ട് ചുമര് പെയിന്റ് ചെയ്യണതിന്റെ പോലെ ആദ്യം പൊട്ടിയിടും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യും, പല പരിപാടി. അവസാനം ഡ്രസ്സ് വരെ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ പെണ്ണിനെ നിർത്തും. ഇനി എന്താ പരിപാടി? ഗ്ലോറിസ്കരിക്കാൻ പാടില്ല, നന്നായിട്ട് കഴുകിയാൽ ഈ പൊട്ടിപ്പോയി പഴയ നിറം വരും. അസറ് പാടില്ല. ഈ പെൺകുട്ടിയെ സ്റ്റേജ് കയറ്റി അങ്ങനെ നിർത്തുക. എന്നിട്ട് വാപ്പ ഒളിഞ്ഞു കളിച്ച് ദൂരെ കൂടി ഇങ്ങനെ നടക്കുക. എന്താ ഇപ്പൊ സ്റ്റേജിന്മേ മോളപ്പയുടെ ഒരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ആരെ ഫോട്ടോ? SSLC പഠിച്ച ചെക്കന്മാർ ഒന്നിച്ചു വന്നു. എന്നിട്ട് അവർ തോള് പിടിച്ചിരിക്കുന്ന ഫോട്ടോ. 5ാം ക്ലാസ്സിലെ ഗ്രൂപ്പുണ്ട്, KGയിലെ ഗ്രൂപ്പുണ്ട്, ഒപ്പം പഠിക്കണോളുണ്ട്, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണോലൊന്നിച്ചു വന്നു. എന്നിട്ട് ഈ പെണ്ണിനെ സിംഹാസനത്തിലിരുത്തുന്നു. തൊട്ട് ചേർന്ന് അപ്പുറം ഏതെങ്കിലും ആൺകുട്ടികൾ ഇരിക്കുന്നു. ബാക്കിലൊക്കെ തോള് പിടിച്ചുകൊണ്ട് വേറെ കുറെ നിൽക്കുന്നു. അവരെല്ലാവരും കൂടി ഒരു കട്ടയായി നിന്നിട്ട് പല മോഡലിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരു വിലക്കപ്പെട്ട സാധനം പോലും അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ പുതിയാപ്പിള വരുന്നതിന്റെ മുമ്പ് പെണ്ണ് ഫോട്ടോ എടുക്കാനും വന്നവനോടൊപ്പം ഇറങ്ങിപ്പോയ റിപ്പോർട്ടുകൾ വരുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ തീരുമാനങ്ങൾ ഒരു വശത്തും, മറുവശത്ത്
നമ്മുടെ താല്പര്യങ്ങളും വരുമ്പോൾ ദീനിന്റെ തീരുമാനത്തെ മുന്നിൽ നിർത്താൻ ആർക്ക് സാധിക്കും? അവരാണ് വിജയിക്കുന്നവർ. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 46-ാമത്തെ വാക്യം നിങ്ങളൊന്ന് പരിശോധിക്കണം. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ. മുഅ്മിനായ ആണിനും പെണ്ണിനും അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ ഇഷ്ടപ്രകാരം മറ്റൊരു കാര്യം തീരുമാനിക്കാനുള്ള അർഹതയേ ഇല്ല. മുഅ്മിനായ ആണിനും പെണ്ണിനും. അപ്പൊ പെണ്ണിനെ ആരാ എങ്ങനെയാ നമ്മൾ ഒരുക്കേണ്ടത്? ദീനിയായിട്ട് ഒരുക്കണം. അന്ന് എല്ലാ നിസ്കാരം ഖളാക്കണോ? എല്ലാ സുന്നത്ത് നിസ്കാരം കൂടി 2 റക്അത്ത് ലോറിന് മുമ്പും ശേഷം നിസ്കരിച്ചിരുന്ന പെൺകുട്ടി അന്ന് 4 റക്അത്ത് നിസ്കരിക്കണം. അന്ന് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു ദിവസം. അത് ഹലാലിലൂടെ ആവണം. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്, വാപ്പാക്ക് നിന്നോടുള്ള ബാധ്യത കല്യാണം കഴിക്കുമ്പോ സ്വാലിഹത്തായ പെണ്ണിനെ തെരഞ്ഞെടുക്കലായിരുന്നു ഒന്നാമത്തെ ബാധ്യത. ഞാനത് വിസ്തരിക്കണ്ട. നമ്മുടെ കുട്ടി വളരുന്നത് അവരുടെ നിർദ്ദേശം സ്വീകരിച്ചാണ്. ഭാഷ പഠിക്കുന്നത് അവരിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാള ഭാഷയെ മാതൃഭാഷ എന്ന് പറയുന്നത്. മദർ ടങ്, അത് ഉമ്മന്റെ ഭാഷയാണ്. നമ്മുടെ കുട്ടി നിസ്കരിക്കുന്ന കുട്ടിയാവണോ, അച്ചടക്കമുള്ള കുട്ടിയാവണോ? ഉമ്മ ആയാൽ നമ്മുടെ കുട്ടി അങ്ങനെയാവും. ഉമ്മ വേറെ രീതിയിലാണ്. കുട്ടിയുടെ ആദർശവും തെറ്റും. അതുകൊണ്ട് ആ പിതാവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയായി സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നല്ല ഉമ്മനെ തെരഞ്ഞെടുക്കണമായിരുന്നു എന്ന് പറഞ്ഞത്. ആ കുട്ടി ചോദിച്ചു, പിന്നെന്തോ? നല്ല പേര് വെക്കണം. പിന്നെയോ ഖുർആനും ഹദീസും ഇസ്ലാമും പഠിപ്പിക്കണം. അമീറുൽ മുഅ്മിനീൻ കേൾക്കണം, ഇതൊന്നും എൻ്റെ പിതാവ് പാലിച്ചിട്ടില്ല. എൻ്റെ പിതാവ് കല്യാണം കഴിച്ചത് ഒരു മജൂസി പെണ്ണിനെയാണ്, തീയിനെ ആരാധിക്കുന്ന ഒരു പെണ്ണിനെയാണ്. അവർക്ക് ഞാൻ ദീനിയായി വളരണം എന്നതിൽ അശേഷം താല്പര്യമില്ല. രണ്ടാമതായി, എന്നെ അംഗവൈകല്യമുള്ളവൻ എന്നർത്ഥം വരുന്നൊരു പേരാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നല്ല പേര് കൊടുക്കണം. അതിൽ നല്ല ചില സൂചനകളുണ്ട്. എന്തെങ്കിലും പേര് വെറൈറ്റി ആക്കാൻ വേണ്ടി എന്തൊക്കെയോ ആക്കണ കുറേ സംഗതികൾ നമുക്ക് കാണും. എന്തെങ്കിലും ആക്കുക. അതിന് പ്രത്യേകിച്ച് അർത്ഥം വേണമെന്നില്ല. ഈ അർത്ഥം ബാഡായാലും കുഴപ്പമില്ല, വൃത്തികെട്ടാലും കുഴപ്പമില്ല. ആ കുട്ടി പറയുന്നു, എനിക്ക് പേരിട്ടത് വൃത്തികെട്ടൊരു പേരാണ്. മൂന്നാമതായി, ഖുർആനും ഹദീസും കിതാബും പഠിപ്പിച്ചു തരണം. ആ പരിപാടി ഇതുവരെ എൻ്റെ ഒപ്പം ചെയ്തിട്ടില്ല. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു മോൻ അച്ചടക്കമില്ലാത്തത് കൊണ്ട് മോനെ ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാപ്പനെ ഉപദേശിച്ചു വിട്ടു എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ നമ്മുടെ മക്കൾ നല്ലവരായി തീരാൻ ഒന്നാമതായി നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ വീടകം നന്മയ്ക്ക് പാകപ്പെടുന്ന ഒരിടമാക്കി മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മസ്കൻ എന്നാണ് ഇതിന്റെ പേര് ഖുർആനിൽ. എന്താ മസ്കൻ എന്ന് പറഞ്ഞാൽ? സമാധാനമുള്ള സ്ഥലം. ഭാര്യയെ കാണുമ്പോഴേക്ക് ആശ്വാസം തോന്നണം, സമാധാനം തോന്നണം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കണം. ആ വീട് എന്നും ഹണിമൂണുള്ള വീടായി മാറും. ആ വീട് എന്നും സമാധാനത്തിൻ്റെതാകും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് എപ്പോഴും തല്ലും വക്കാനായി ജീവിക്കുന്ന ദമ്പതികളുടെ മക്കൾ നല്ല ക്രിമിനലുകളായി മാറും. അങ്ങനെ ചില ഔദ്യോഗിക പഠനങ്ങളുണ്ട്.